നെക്സ്റ്റ് പേജ്. നെക്സ്റ്റ്. ഓക്കെ, അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലാസ്സിലോട്ട് തുടങ്ങാം. എക്സാം ടഫ് ആയിരുന്നല്ലേ? അത്യാവശ്യം നല്ല റെസ്പോണ്ട് ചെയ്യണം എല്ലാരും ഒന്ന്. അതെ, നല്ല ടഫ് ആയിരുന്നു. എന്നാലും ടോട്ടൽ എങ്ങനെ ഉണ്ടായിരുന്നു മൊത്തത്തില്? ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു പ്രാഥമിക ക്ലാസ്സിലെ വിദ്യാർത്ഥി പഠനത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചതിനാൽ നിശ്ചിത കാലാവധി പൂർത്തിയാക്കുന്നതിന് മുമ്പ് അടുത്ത ക്ലാസ്സിലേക്ക് ഉയർത്തപ്പെട്ടു. ഇതിനെ പറയുന്നത് ത്വരിതപ്പെടുത്തൽ, സമ്പുഷ്ടീകരണം, എബിലിറ്റി ഗ്രൂപ്പ്. ഡി എന്ന് പറയുന്നത് എയും ബിയും. ഇതെന്ന് പറയുമ്പം ഒരു പ്രൈമറി ക്ലാസ്സിലെ ഒരു കുട്ടിയായിരിക്കും അതിപ്പോ അതിന് എല്ലാ കാര്യങ്ങളും അറിയാവുന്നത് കൊണ്ട് അതിന് എന്ത് ചെയ്തു, വേറൊരു ഉയർന്ന ക്ലാസ്സിലോട്ട് അതിനെ പ്രൊമോട്ട് ചെയ്തു. അതാണ് ക്വസ്റ്റ്യൻ. ഇതിനകത്ത് ഏതാണ് ആൻസർ വരിക എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് ഇതിനകത്ത് മലയാളം നോക്കുമ്പോൾ നമുക്ക് ഇത്തിരി കൺഫ്യൂസിങ് ആയിട്ട് നോക്കുമ്പോൾ നേരെ ഇംഗ്ലീഷിലോട്ട് നോക്കുക. അപ്പൊ അതിനകത്ത് നോക്കുക ആക്സിലറേഷൻ, എൻറിച്ച്മെന്റ്, എബിലിറ്റി ഗ്രൂപ്പിംഗ്, ബോത്ത് എ ആൻഡ് ബി എന്നുള്ളത് ഇത്രയും ഓപ്ഷൻസ് ആണ് കൊടുത്തേക്കുന്നത്. അപ്പൊ നമുക്ക് ഇത് കാണുമ്പോഴേ നമുക്ക് തോന്നും ആക്സിലറേഷനോ എൻറിച്ച്മെന്റോ ഇതിനകത്ത് ഏതെങ്കിലും ഒന്നായിരിക്കും എന്നുള്ള രീതിയിൽ നമുക്ക് ലോജിക്കലായിട്ട് നമുക്കിത് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് തെറ്റിച്ചവരുണ്ടോ? ഇത് തെറ്റിപ്പോയവര്? ഇതില് ആൻസർ എ ആണ്, ത്വരിതപ്പെടുത്തലാണ്. പക്ഷെ നമുക്ക് എയും ബിയും എന്നുള്ള ഒരു ഓപ്ഷൻ നമുക്ക് എന്ത് ചെയ്യും, കൺഫ്യൂസിങ് ആയിട്ട് വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പൊ അതിന്റെ ആൻസർ ആക്സിലറേഷൻ ഉണ്ട്. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. രണ്ടാമത്തെ. താഴെ പറയുന്നവയിൽ അസോസിയേഷൻ സിദ്ധാന്തവുമായി ബന്ധമില്ലാത്ത തത്വം ഏത്? ഇനി അതിന് നമുക്ക് അസോസിയേഷൻ തിയറി എന്താണെന്ന് അറിയണം. ഈ അസോസിയേഷൻ തിയറി എന്ന് ഇവർ ഉദ്ദേശിക്കുന്നത് വേറെ ഒന്നുമില്ല, നമ്മുടെ പഠിച്ചിട്ടുള്ള ക്ലാസിക്കൽ കണ്ടീഷനിങ് ഉണ്ടല്ലോ, സ്റ്റിമുലസ് റെസ്പോണ്ട് റിലേഷൻ ഉണ്ടല്ലോ, അതിനെ പറ്റിയിട്ടാണ് ഇവര് ഇവിടെ ഇതായിട്ട് കാണിക്കുന്നത്. അപ്പൊ നിങ്ങൾ അത് വെച്ചിട്ട് ഒന്ന് ഓപ്ഷൻ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ക്ലിയർ ആവും. ഓപ്ഷൻ എ എന്ന് പറയുന്നത് തുറന്ന പെരുമാറ്റത്തിന് ഊന്നൽ. അതായത് അതിനകത്ത് ബന്ധമില്ലാത്തതാണ്, തെറ്റായിട്ടുള്ളതാണ് വേണ്ടത്. അതായത് അസോസിയേഷൻ സിദ്ധാന്തവുമായി ബന്ധമില്ലാത്ത തത്വം ഏത് എന്നാണ് ക്വസ്റ്റ്യൻ. ഇങ്ങനത്തുള്ള നെഗറ്റീവ് ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നിങ്ങൾ ആ ക്വസ്റ്റ്യന്റെ മണ്ടയിൽ ഒരു തെറ്റിട്ട് വെക്കുക, അപ്പൊ നിങ്ങൾക്ക് മാറിപ്പോത്തില്ല. തുറന്ന പെരുമാറ്റത്തിന് ഊന്നൽ എന്താണ്? ഒരു ക്ലാസിക്കൽ കണ്ടീഷനിങ്ങില് വരുന്നതാണോ? അതെ അല്ലേ? അതേപോലെ വിജയം അനുഗമിക്കുന്ന പ്രാക്ടീസ് അല്ലെങ്കിൽ ഡ്രില്ല്, നിശ്ചിത ഇടവേളകളിൽ എന്ത് കണ്ടീഷനിങ് കൊടുത്തുകൊണ്ടേയിരിക്കുന്നു, അതിനനുസരിച്ച് അവരിങ്ങനെ ആയിക്കൊണ്ടിരിക്കും. അതാണ് ഉദ്ദേശിക്കുന്നത് വിജയം അനുഗമിക്കുന്ന പ്രാക്ടീസ്, ഡ്രിൽ എന്ന് പറയുന്നത്. സി, ആധികാരികമായ രീതിയിൽ ശീലനിർമ്മാണം. ഈ ക്ലാസിക്കൽ കണ്ടീഷനിങ്ങളിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഹാബിറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ നായയുടെ കാര്യത്തിൽ തന്നെ ഇങ്ങനെ ദിവസം ഇങ്ങനെ കണ്ടീഷനിങ്ങിലൂടെ ഫുഡ് കൊടുക്കുമ്പം അല്ലെങ്കിൽ മണിശബ്ദം കേൾപ്പിക്കുമ്പം ആ നായയിൽ എന്താണ്, ഇത് ഡെയിലി ഇതിൽ കിട്ടും എന്നുള്ള രീതിയിൽ ആ സമയമാകുമ്പം ആ നായ അത് പ്രതീക്ഷിക്കുന്നു. അതാണ് പറയുന്നത് ആധികാരികമായ രീതിയിൽ ശീലനിർമ്മാണം. പ്രധാന ആശയം ഉൾക്കാഴ്ച. ഈ പോയിന്റ് ആണ് ഇതിനകത്ത് ബന്ധമില്ലാത്ത തത്വം എന്ന് പറയുന്നത്. അതായത് കണ്ടീഷനിങ് കൊടുക്കുമ്പം അത് മൊത്തത്തില് എന്താണ്, മൊത്തത്തിലല്ല അതിനെ നോക്കിക്കാണുന്നത്. അതുകൊണ്ട് ഇതിനകത്ത് ഡി ആണ് ആൻസർ എന്ന് പറയുന്നത്. ഡി. ബാക്കി അതായത് എന്താണ് അസോസിയേഷൻ തിയറി? കുട്ടികളുടെ മനഃശാസ്ത്രത്തിൽ അസോസിയേഷൻ തിയറി എന്നത് കുട്ടികൾ അവരുടെ പരിസ്ഥിതിയിലെ ഉത്തേജകങ്ങൾക്കിടയിൽ മാനസിക ബന്ധങ്ങൾ അല്ലെങ്കിൽ ബന്ധങ്ങൾ രൂപപ്പെടുത്തി പഠിക്കുന്നു എന്ന ആശയത്തെ സൂചിപ്പിക്കുന്നു. ഇതാണ് അസോസിയേഷൻ തിയറി എന്ന് പറയുന്നത്. ഇനി അസോസിയേഷൻ തിയറി എന്ന് കേൾക്കുമ്പോൾ തന്നെ ക്ലാസിക്കൽ കണ്ടീഷനുമായിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കണം കേട്ടോ. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ക്ലിയർ ആയോ എല്ലാവർക്കും? ഇത് ക്വസ്റ്റ്യൻ മനസ്സിലായോ? കമന്റ് ചെയ്യും പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ.
ഓക്കെ ആണോ? ആരും റെസ്പോണ്ട് ചെയ്യാതിരിക്കരുതേ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. കുട്ടികളുടെ സാമൂഹിക വികസനത്തെ ഏറ്റവും അധികം സ്വാധീനിക്കുന്ന ഘടകം ഏതാണ് എന്നാണ്. സുഹൃത്തുക്കളുടെ സംഘം, സമൂഹവും ചുറ്റുപാടും, കുടുംബം, ബുദ്ധിശക്തി. ഇതിനകത്ത് എന്താണ്? സുഹൃത്തുക്കളുടെ സംഘം എന്തായാലും ഒരാളുടെ അതിനെ സ്വാധീനിക്കും അല്ലെ? സമൂഹവും ചുറ്റുപാടും സ്വാധീനിക്കും, കുടുംബവും സ്വാധീനിക്കും. ഇതിനകത്ത് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ളത് ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇതിന്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ സി കുടുംബമാണ്. ഓപ്ഷൻ സി കുടുംബമാണ്. കുടുംബത്തിന്റെ ഇത് പിന്നെയും പിന്നെയും റിപ്പീറ്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ്. അതാണ് സമൂഹത്തിലെ ഏറ്റവും അടിസ്ഥാനപരമായ പ്രാഥമിക സംഘമാണ് കുടുംബം. വിദ്യാഭ്യാസത്തിനുള്ള പ്രാഥമിക ഏജൻസിയായിട്ട് കരുതപ്പെടുന്നത് കുടുംബത്തിനെയാണ് കേട്ടോ. വിദ്യാഭ്യാസത്തിനുള്ള പ്രാഥമിക ഏജൻസിയായി കരുതപ്പെടുന്നത് കുടുംബം. ഇനി നമുക്ക് നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. തീമാറ്റിക് അപ്പർ സെക്ഷൻ ടെസ്റ്റ് ആദ്യമായി അവതരിപ്പിച്ചത് CD മോർഗൻ, ഡോക്ടർ ലിയോപോൾഡ് ബെല്ലാക്, കാൾ റോജേഴ്സ്, ഹെൻറി മുറെ. ഇത്രയും പേരാണ്. ഇതിനകത്ത് ഏതാണ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്? ഹെൻറി ആൻഡ് മുറെ എന്ന് പറഞ്ഞിട്ട് ഹെൻറി മുറയും മോർഗനും കൂടെയാണ് നമ്മൾ ഇതിനകത്ത് പഠിച്ചിട്ടുള്ളത്. തീമാറ്റിക് അപ്പർ സെക്ഷൻ ഡെവലപ്പ് ചെയ്തത് ഹെൻറി മുറയും അതായത് പിന്നെ മോർഗനും ആണ് കേട്ടോ. CD മോർഗൻ. ഈ രണ്ട് വ്യക്തികളും ഉണ്ട്. ഈ രണ്ട് വ്യക്തികളുടെ ഓപ്ഷനിൽ കൊടുത്തിട്ടുമുണ്ട്. എ എന്ന് പറയുന്നത് CD മോർഗൻ ആണ്. അതായത് ആരാണ്? ക്രിസ്ത്യാനോ ഡി മോർഗൻ എന്ന് പറയുന്ന വ്യക്തിയുടെ പേരും അതേപോലെ ഹെൻറി മുറയും ഈ ഓപ്ഷനിലുണ്ട്. ആൻസർ രണ്ടും വരുന്നുണ്ട്. പക്ഷെ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ളത് ഏതാണ്? ഹെൻറി മുറയാണ്. ഡി ആണ് ഓപ്ഷൻ എന്ന് പറയുന്നത്, ആൻസർ എന്ന് പറയുന്നത് കേട്ടോ. നാലാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ഡി ആണ്. ഓക്കെ, ചിൽഡ്രൻസ് അപ്പർസേഷൻ ടെസ്റ്റ് ലിയോണോഡ് ബെല്ലാക്കും, പിന്നെ ഏതാണ്? തീമാറ്റിക് അപ്പർ സെക്ഷൻ ടെസ്റ്റ് മോർഗൻ ആൻഡ് മുറെ, പിന്നെ വേർഡ് അസോസിയേഷൻ ടെസ്റ്റ് CG യൂങ് ആണ്. അതേപോലെ സെന്റൻസ് കംപ്ലീഷൻ ടെസ്റ്റും CG യൂങ് ആണ്. പിന്നെ ഏതാണ്? റോർഷാക്ക് ഇങ്ക് ബോട്ട് ടെസ്റ്റ് എന്ന് പറയുന്നത് ഹെർമൻ റോർഷാക്ക് ആണ്. ഇത് നിങ്ങൾക്ക് ഓൾറെഡി തന്നിട്ടുള്ളതാണ് കേട്ടോ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ ഏതാണ് വികാരങ്ങളുടെ സവിശേഷത അല്ലാത്തത്? നെഗറ്റീവ് ആണ് ഇവിടെ വരുന്നത്. വികാരത്തിന്റെ സവിശേഷത അല്ലാത്തത് ഏതെന്നാണ്. ഇപ്പൊ വികാരങ്ങൾ എടുക്കുമ്പം നിങ്ങൾ ആലോചിക്കുക, ഒന്നുകിൽ നമ്മൾ വിഷമമായിരിക്കും, സന്തോഷമായിരിക്കും, പല പല തരത്തിലുള്ള ഇമോഷൻസ് ഉണ്ട്. അപ്പൊ ഏതെങ്കിലും ഒരു ഇമോഷനെ നമ്മൾ എക്സാമ്പിൾ ആയിട്ട് എടുത്തുകൊണ്ട് മാത്രമേ ഈ ഓപ്ഷൻ വായിക്കാവൂ. ഓപ്ഷൻ എ എന്ന് പറയുന്നത് നിരവധി ഉത്തേജകങ്ങൾ വഴി വികാരങ്ങളെ ഉണർത്താം. അതായത് നമുക്കിപ്പം വിഷമം വന്ന് നമ്മൾ കരയാറായിട്ടിരിക്കുകയാണ്. അപ്പം വെച്ചൊന്ന് ആലോചിച്ച് നോക്കാം, നിരവധി ഉത്തേജങ്ങൾ വഴി വികാരങ്ങളെ ഉണർത്താം. സത്യമല്ലേ? നമുക്ക് പല രീതിയിൽ നമുക്ക് വിഷമം ഉണ്ടാകാം. ബി, സ്ഥാനമാറ്റ ഗുണം കാണിക്കുന്നു. സ്ഥാനമാറ്റ ഗുണം കാണിക്കും അല്ലേ? അതുപോലെ തന്നെ ഒരു വികാരം നിരവധി ഉദ്ദീപനങ്ങളെ ജനിപ്പിക്കുന്നു. ഒരു വികാരം എന്ന് പറയുന്നത് വേറെ വികാരങ്ങളും ജനിപ്പിക്കാൻ സാധ്യതയുണ്ട്. ഓപ്ഷൻ ഡി, വൈകാരിക അനുഭവങ്ങൾ ശാരീരികമായോ ജൈവ സംബന്ധമോ ആയ മാറ്റങ്ങൾ ഉൾക്കൊള്ളുന്നില്ല. അത് തെറ്റാണ്. അതെന്ന് പറയുന്നത് എന്താണ്? ശാരീരികമോ ജൈവസംബന്ധമായ മാറ്റങ്ങളെ ഉൾക്കൊള്ളുന്നുണ്ട് നമ്മുടെ ഇമോഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് ഏതാണ് ആൻസർ? ആൻസർ ഓപ്ഷൻ ഡി ആണ്. വികാരങ്ങളുടെ സവിശേഷത അല്ലാത്തത് ഓപ്ഷൻ ഡി ആണ്. ബാക്കിയെല്ലാം ആപ്റ്റ് ആയിട്ട് വരുന്ന ഓപ്ഷൻസ് ആണ്. അപ്പൊ ആൻസർ ഓപ്ഷൻ ഡി. ആറാമത്തെ ക്വസ്റ്റ്യൻ. ഫ്രെയിംസ് ഓഫ് മൈൻഡ് എന്ന പുസ്തകം എഴുതിയത് വില്യം ജെയിംസ്, ഹൊവാർഡ് ഗാർണർ, ജീൻ പിയാഷെ, RS വുഡ്വർത്ത്. ആരാണ്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ക്വസ്റ്റ്യൻ. ഇതൊന്നും തെറ്റിച്ചൊന്നും ഇല്ലായിരിക്കും വിശ്വസിക്കുന്നു. ഏതാണ് ക്വസ്റ്റ്യൻ ആൻസർ? ആൻസർ ഓപ്ഷൻ ബി ആണ്. ഹൊവാർഡ് ഗാർഡനർ ആണ് ഫ്രെയിംസ് ഓഫ് മൈൻഡ് എന്ന പുസ്തകം എഴുതിയത്. ആൻസർ
ബി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇതാണ് ആ ബുക്കിന്റെ ഫ്രണ്ട് പേജ് എന്ന് പറയുന്നത് കേട്ടോ. ഫ്രെയിംസ് ഓഫ് മൈൻഡിന്റെ ഫ്രണ്ട് പേജ് ആണ് അദ്ദേഹത്തിന്റെ ബുക്കിൻ്റെത്. ഓതർ ഓഫ് മൾട്ടിപ്പിൾ ഇന്റലിജൻസ് എന്ന് പറയുന്നത്, തിയറി ഓഫ് മൾട്ടിപ്പിൾ ഇന്റലിജൻസ്. നെക്സ്റ്റ് 7ാമത്തെ ക്വസ്റ്റ്യൻ, കൂട്ടത്തിൽ ചേരാത്തത് തിരഞ്ഞെടുക്കുക. പീറ്റർ പാറ്റേഴ്സൺ സ്കെയിൽ, അർദർ പോയിന്റ് സ്കെയിൽ, അലക്സാണ്ടേഴ്സ് ബാറ്ററി ഓഫ് പെർഫോമൻസ്, ആൽമ ആൽഫ ടെസ്റ്റ് അല്ല, ആർമി ആൽഫ ടെസ്റ്റ്. ഇതിനകത്ത് കൂട്ടത്തിൽ പെടാത്തത് ഓപ്ഷൻ ഡി ആണ്. കാരണം ഈ ഓപ്ഷൻ ഡി എന്ന് പറയുന്ന ആർമി ആൽഫ ടെസ്റ്റ് യൂസ് ചെയ്യുന്നത് മൾട്ടിപ്പിൾ ഇന്റലിജൻസിനെ അളക്കുന്ന സ്കെയിലാണ് ഈ ആർമി ആൽഫ സ്കെയിൽ എന്ന് പറയുന്നത്. ബാക്കിയെല്ലാം വേറെ തരത്തിലുള്ള ഇന്റലിജൻസിലേക്ക് അളക്കുന്ന സ്കെയിലുകളാണ് ബാക്കി 3 എന്ന് പറയുന്നത്. ഈ ആർമി ആൽഫ ടെസ്റ്റ് എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ഇന്റലിജൻസിനെ അളക്കുന്ന സ്കെയിലാണ് കേട്ടോ. അതൊക്കെ നോക്കി വെക്കുക. അപ്പം 8ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്നവയിൽ ഏത് തരം രേഖയാണ് ഒരു വിദ്യാർത്ഥിയുടെ വിദ്യാഭ്യാസപരമായ നേട്ടം, വളർച്ച, വികാസം, വ്യക്തിത്വം, കുടുംബ പശ്ചാത്തലം എന്നിവ ഉൾപ്പെടുന്ന സമഗ്രമായ ഒരു ചരിത്രം നൽകുന്നത്? ഇതിനകത്ത് ഏതാണ് ഒരു കുട്ടിയെ നല്ലപോലെ അറിയാൻ സഹായിക്കുന്നത്? അല്ലെങ്കിൽ എന്താണ് വിദ്യാഭ്യാസപരമായ നേട്ടം, വളർച്ച, വികാസം, വ്യക്തിത്വം, കുടുംബ പശ്ചാത്തലം, ഇതെല്ലാം അറിയുന്ന രേഖ ഏതാണെന്നാണ് ചോദിക്കുന്നത്. സഞ്ചിത രേഖ, ഉപഖ്യാന രേഖ, സ്റ്റുഡൻസ് പ്രൊഫൈൽ, പോർട്ട്ഫോളിയോ. ഏതാണ്? നിങ്ങൾ ഒട്ടും ആക്റ്റീവ് അല്ലല്ലോ. എക്സാം കഴിഞ്ഞപ്പോ എല്ലാവരുടെയും ഇതും പോയോ? പറയാ ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ആണ് ആൻസർ എന്ന് പറയുന്നത്, സഞ്ചിത രേഖ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 9ാമത്തെ ക്വസ്റ്റ്യൻ സഞ്ചിത രേഖയെ കുറിച്ചിട്ടുള്ള എക്സ്പ്ലനേഷൻ ആണ്. ഒരു കുട്ടിയെ വ്യക്തമായി അറിയാനും പഠിക്കാനും ആദ്യകാലം മുതലുള്ള തുടർച്ചയായ സൂക്ഷ്മമായ വിവരങ്ങൾ അനിവാര്യമാണ്. ഈ രീതിയിൽ തുടർച്ചയായ വിവരങ്ങൾ സ്വീകരിച്ച് രേഖപ്പെടുത്തുന്ന സമഗ്രമായ റെക്കോർഡാണ് സഞ്ചിത രേഖ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തെ കുറിച്ച് തെറ്റായ പ്രസ്താവന. വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തെ കുറിച്ച് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. ശരിയല്ല, തെറ്റ്. എല്ലായ്പ്പോഴും സത്യം അന്വേഷിക്കുന്നു. തെറ്റാണ് നോക്കുന്നത്. സത്യം അന്വേഷിക്കുന്നു, അങ്ങനെയാണോ? അല്ലേ. പഠിതാവിന്റെ വ്യവഹാരം പഠിക്കാൻ ശാസ്ത്രീയ രീതികൾ ഉപയോഗിക്കുന്നു. ഒരിക്കലും എന്താണ് ഈ സൈക്കോളജി എന്ന് പറയുന്നത് സയൻസ് ആയിട്ട് വരുന്ന ഒന്നല്ല. അത് എന്താണ് കറക്റ്റ് എക്സ്പെരിമെന്റുകളും ഫാക്റ്റിലും കൂടെ പോകുന്നതാണ് ഈ ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങൾ. സൈക്കോളജി എന്ന് പറയുന്നത് അങ്ങനെ ഒരു ഇതല്ല. പഠിതാവിന്റെ വ്യവഹാരം പഠിക്കാൻ ശാസ്ത്രീയ രീതികൾ ഉപയോഗിക്കുന്നു. ആണോ? ഇത് ഒരു മാനദണ്ഡ ശാസ്ത്രമാണ്. ഒരു പ്രായോഗിക പെരുമാറ്റ ശാസ്ത്രമാണ്. ക്യാമറ ഒന്ന് ഓഫ് ചെയ്യണേ. ഒരു പ്രായോഗിക പെരുമാറ്റ ശാസ്ത്രമാണ്. ഇതിനകത്ത് തെറ്റായിട്ടുള്ള വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തെ കുറിച്ചുള്ള തെറ്റായ പ്രസ്താവനയാണ് സി എന്ന് പറയുന്നത്. ഇതൊരു മാനദണ്ഡ ശാസ്ത്രമാണ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ നോർമേറ്റീവ് സയൻസ് എന്ന് പറയുന്നതാണ് മനഃശാസ്ത്രത്തെ കുറിച്ചുള്ള തെറ്റായിട്ടുള്ള പ്രസ്താവന. കേട്ടോ? 10ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഘടനാവാദവുമായി ബന്ധപ്പെട്ട മനഃശാസ്ത്രജ്ഞൻ. നമ്മൾ പഠിച്ചിട്ടുള്ള വ്യക്തിയുടെ പേരേതാണ്? ഘടനാവാദവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചിട്ടുള്ള വ്യക്തിയുടെ പേരാണ് വില്യം വൂണ്ട് എന്ന് പറയുന്ന വ്യക്തി. വില്യം വൂണ്ട് ഘടനാവാദം, ധർമ്മവാദം ഏതാണ്? വില്യം ജെയിംസ്. ഇങ്ങനെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പം ഇതിനകത്ത് നമ്മൾ നോക്കാതെ പോയൊരു കാര്യമാണ് ഈ ബന്ധപ്പെട്ട മനഃശാസ്ത്രജ്ഞൻ ആരൊക്കെ എന്നുള്ള അറിയുന്നത്. ഇതിനകത്ത് വില്യം വൂണ്ടിന്റെ പേരില്ല. എന്താണ്? ജോൺ ഡൂയി, R.S. വുഡ്വർത്ത്, E.B. തിച്നർ, E.L. തോണ്ടേക്ക്. ഇതിനകത്ത് ഏതാണ് ആൻസർ? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് ആൻസർ. കാരണം ഈ വില്യം വൂണ്ടിന്റെ
വില്യം വുണ്ടിന്റെ സ്റ്റുഡന്റ് ആയിട്ട് വന്ന ആളാണ് ടിച്ച്നർ എന്ന് പറയുന്നത്. ടിച്ച്നറും ഘടനാവാദവുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള ഒരു മനഃശാസ്ത്രജ്ഞനാണ് കേട്ടോ. അപ്പം ആൻസർ ഓപ്ഷൻ സി ആണ്, E.B. ടിച്ച്നർ. എഡ്വേർഡ് ബ്രാഡ്ഫോർഡ് ടിച്ച്നർ മനഃശാസ്ത്രത്തിലെ ഒരു ചിന്താധാരയായ ഘടനാവാദവുമായി ബന്ധപ്പെട്ട പ്രാഥമിക മനഃശാസ്ത്രജ്ഞനായി കണക്കാക്കപ്പെടുന്നു. ഘടനാവാദത്തിന്റെ സ്ഥാപകൻ എന്ന ബഹുമതിയും വഹിക്കുന്ന വില്യം വൂണ്ടിന്റെ വിദ്യാർത്ഥിയായിരുന്നു ടിച്ച്നർ. നമ്മൾ എന്താണ് സ്ഥാപകൻ ആര് എന്ന് മാത്രമേ നമ്മൾ പഠിച്ചു പോയിട്ടുള്ളായിരുന്നല്ലേ. അതുകൊണ്ട് കുറെ പേർക്ക് ഈ ഇത് കിട്ടി കാണത്തില്ല, ചിലവർ പഠിച്ചിട്ടുണ്ടായിരിക്കും, അതുകൊണ്ട് അവർക്ക് കിട്ടി കാണും. അപ്പൊ വില്യം വൂണ്ടിന്റെ വിദ്യാർത്ഥിയായിരുന്നു ആരെന്ന് പറയുന്ന ടിച്ച്നർ എന്ന് പറയുന്ന വ്യക്തി. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്നവയിൽ നേട്ടപ്രേരണയെ ഏറ്റവും നന്നായി നിർവചിക്കുന്നത്, നേട്ടപ്രേരണ അല്ലെങ്കിൽ എന്താ അച്ചീവ്മെന്റ് മോട്ടിവേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ കൂടെ നമ്മൾ എന്താണ് അത് അച്ചീവ്മെന്റ് മോട്ടിവേഷൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ചിന്തിക്കുക നമ്മുടെ ഒരു ഗോള് അച്ചീവ് ചെയ്യാൻ വേണ്ടിയുള്ള നമുക്കുള്ള എന്താണ് ഒരു മോട്ടിവേഷൻ, ഒരു ഇന്നർ മോട്ടിവേഷൻ എന്നുള്ള രീതി നമുക്ക് കിട്ടും. ആ സമയത്ത് വരും അത്. ചിലവർക്ക് ഇത് വന്നോന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷെ എന്നാലും നമുക്ക് അത് അച്ചീവ്മെന്റ് മോട്ടിവേഷൻ എന്ന് പറയുമ്പോഴേ അതിന്റെ ഒരു മീനിങ് കിട്ടും. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് നോക്കാം. ഓപ്ഷൻ എ, പരാജയങ്ങളോട് പൊരുത്തപ്പെടാനുള്ള കഴിവ്. പരാജയങ്ങളോട് പൊരുത്തപ്പെടാനുള്ള കഴിവ് അച്ചീവ്മെന്റ് മോട്ടിവേഷൻ ഉള്ള ഒരു വ്യക്തിക്ക് ഉണ്ടായിരിക്കുമോ? ഉണ്ടായിരിക്കും അല്ലെ. നമുക്ക് ഏറ്റവും ഉചിതമായിട്ടുള്ളതാണ് അന്ന് കണ്ടുപിടിക്കാനുള്ളത്. വെല്ലുവിളി നിറഞ്ഞ സാഹചര്യങ്ങൾ ഒഴിവാക്കാനുള്ള പ്രവണത. അത് ഉണ്ടാവൂല, കാരണം ഏറ്റവും കൂടുതലും വെല്ലുവിളികളുള്ള നിറഞ്ഞ സാഹചര്യങ്ങളെ ഏറ്റെടുത്ത് അതിനകത്ത് അച്ചീവ് ചെയ്യാനായിരിക്കും കൂടുതൽ ആൾക്കാരും ശ്രമിക്കുന്നത്. മത്സരങ്ങളിൽ മറ്റുള്ളവരെ മറികടക്കാനുള്ള ആഗ്രഹം അതുണ്ടായിരിക്കും. ലക്ഷ്യങ്ങൾ നേടാനും പ്രവർത്തന മികവ് തെളിയിക്കാനുമുള്ള ആന്തരിക പ്രചോദനം. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഏറ്റവും ആപ്റ്റ് ആയിട്ട് വരുന്ന ആൻസർ ആണ് ഓപ്ഷൻ ഡി എന്ന് പറയുന്നത്. ലക്ഷ്യങ്ങൾ നേടാനും പ്രവർത്തന മികവ് തെളിയിക്കാനുമുള്ള ആന്തരിക പ്രചോദനമാണ് എന്തെന്ന് പറയുന്നത് അച്ചീവ്മെന്റ് മോട്ടിവേഷന്റെ നിർവചനവുമായിട്ട് ഏറ്റവും ഇതായിട്ട് പോകുന്നത്. 11ന്റെ ആൻസർ എന്ന് പറയുന്നത് ഡി ആണ്, ഓപ്ഷൻ ഡി ആണ് ആൻസർ. നെക്സ്റ്റ്, അച്ചീവ്മെന്റ് മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഇസ് ദ ഡ്രൈവ് ടു ഇംപ്രൂവ് സ്കിൽസ് ആൻഡ് ബിഹേവിയർ ടു റീച്ച് വൺ ഫുൾ പൊട്ടൻഷ്യൽ. ഇറ്റ് ക്യാരക്ടറൈസ്ഡ് ബൈ ടു ഡിസൈർ ടു മാസ്റ്റർ ചലഞ്ചസ്, ഓവർകം ഒബ്സ്റ്റക്കിൾസ് ആൻഡ് എന്താണ് അവിടെ ഇരിക്കുന്നത് വർക്ക് ടുവേർഡ്സ് ഗോൾസ്. ഇതാണ് എന്താണ് നമ്മുടെ ഒരു അച്ചീവ്മെന്റ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. നമുക്കുള്ള ഗോള് ഏത് രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്ത് അത് എത്തിച്ചേരുക, ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരുക എന്ന ഒരു ഉദ്ദേശമാണ് അച്ചീവ്മെന്റ് മോട്ടിവേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 12, വ്യക്തിത്വ വികസനത്തിൽ ബാല്യകാല അനുഭവങ്ങളുടെ സ്വാധീനം ഉയർത്തിക്കാട്ടുന്ന സിദ്ധാന്തം. വ്യക്തിത്വ വികസനത്തിൽ ബാല്യകാല അനുഭവങ്ങളുടെ സ്വാധീനം ഉയർത്തിക്കാട്ടുന്ന സിദ്ധാന്തം. ഇതെന്ന് പറയുന്നത് ഓപ്ഷൻ എ സെൽഫ് തിയറി, കോൾ റോജേഴ്സ്. അതിനകത്ത് ഒരു ബാല്യകാല അനുഭവങ്ങളുടെ സ്വാധീനം ഉയർത്തിക്കാട്ടുന്നുണ്ടോ? ഇല്ല. അടുത്തത് വ്യക്തിത്വ സിദ്ധാന്തം, യൂങ്. അതുണ്ടോ? അതും ഇല്ല. അതിനകത്ത് എന്താണ് പ്രത്യേകിച്ച് ഏജോ കാര്യങ്ങളോ അല്ലെങ്കിൽ കുട്ടികളെ പറ്റിയിട്ട് ഇന്ന പ്രായത്തിൽ ഇന്ന സംഭവിക്കുക എന്നുള്ള രീതിയിൽ ഒന്നും എടുത്ത് കാണിക്കുന്നില്ല. മനോവിശ്ലേഷണ സിദ്ധാന്തം, സിഗ്മണ്ട് ഫ്രോയിഡ്. അദ്ദേഹത്തിന്റെ തിയറിയിൽ പറയുന്നുണ്ട് എന്താണ് മനോലൈംഗിക വികാസ ഘട്ടങ്ങള്. അതിനകത്ത് വദനഘട്ടം, കുതഘട്ടം, ലിംഗഘട്ടം, നിർലീനഘട്ടം, ജനനേന്ദ്രിയ ഘട്ടം എന്നിങ്ങനെ ഘട്ടങ്ങളിലൂടെ ഇത്ര വയസ്സ് മുതൽ ഇത്ര വയസ്സ് വരെ എന്നുള്ള രീതിയിൽ വ്യക്തിത്വ വികസനത്തില് ബാല്യകാല അനുഭവങ്ങളുടെ സ്വാധീനം കാട്ടുന്ന രീതിയിലുള്ള ഇത് എടുത്തു കാണിക്കുന്നുണ്ട്. പക്ഷെ ഇതിനകത്ത് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി മനോവിശ്ലേഷണ സിദ്ധാന്തം, സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 13, ഇതാണ് വദനഘട്ടം. കണ്ടോ, ഗുദഘട്ടം, ലിംഗഘട്ടം, നിർലീനഘട്ടം, ജനനേന്ദ്രിയ ഘട്ടം, ഇതൊക്കെയാണ് കേട്ടോ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം.
13 ഒരു അധ്യാപക വിദ്യാർത്ഥി അനുഭവ സമ്പന്നനായ ഒരു അധ്യാപകന്റെ ബോധന തന്ത്രങ്ങൾ നിരീക്ഷിച്ച് അവരിൽ നിന്നുമുള്ള പഠന സാങ്കേതിക വിദ്യകൾ സ്വന്തം ക്ലാസ്സിൽ പ്രയോഗിക്കുന്നു. പ്രസ്തുത പഠന രീതി ഉൾപ്പെടുന്ന വിഭാഗം. അതായത് ഇത് നമുക്ക് കുറെ കുട്ടികൾക്ക് ഇത് തെറ്റിപ്പോയിട്ടുണ്ടായിരിക്കും. അനുഭവ പഠനം എന്നുള്ള രീതിയിൽ തെറ്റിപ്പോയിട്ടുണ്ടായിരിക്കും ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. പക്ഷെ ഇതെന്താണ്? അനുഭവ പഠനം അല്ല. അതായത് അനുഭവ പഠനം അല്ലെങ്കിൽ എക്സ്പെരിമെന്റൽ ലേണിംഗ് എന്ന് പറയുന്നത് എന്താണ്? നമുക്കിപ്പം ഒരു ഫാൻ കേടായി. ആ ഫാൻ ഇവിടെ ശരിയാക്കാൻ ആരുമില്ല. അപ്പൊ നമ്മൾക്ക് അറിയത്തില്ല. നമ്മൾ തന്നെ ഏതൊക്കെയോ രീതിയിൽ അതിനെ അഴിച്ചു പണിത് പിന്നെയും അതിനെ ശരിയാക്കി വെച്ച് ഇട്ട് നോക്കുമ്പോ എന്താണ്? അത് കറക്റ്റായിട്ട് വീണിട്ടുണ്ട്, കറക്റ്റായിട്ട് അത് സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ അതെന്താണ്? ആ രീതിയിൽ നമ്മൾ പഠിച്ചു. നമ്മൾ ആ ഒരു എക്സ്പീരിയൻസിലൂടെ നമുക്ക് വന്നൊരു എക്സ്പീരിയൻസിലൂടെ നമ്മൾ അതിനെ പഠിച്ചു, അതിനെ നമ്മൾ നേരിട്ടു. അതേപോലെ നമുക്ക് സ്കൂളിലെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ടീച്ചേഴ്സ് എങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ ടീച്ചേഴ്സ് എങ്ങനെ പഠിപ്പിക്കണം, കുട്ടികളോട് എങ്ങനെ ഇടപഴകണം എന്നുള്ള തിയറി ഉള്ള ക്ലാസ് എല്ലാം നമുക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ എന്താണ്, നമുക്ക് ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഇന്റേൺഷിപ്പ് പ്രോഗ്രാമിലൂടെ നമ്മളൊരു ടീച്ചറായിട്ട് ഒരു സ്കൂളിൽ ചെന്ന് പഠിക്കുമ്പം നമ്മൾ അതിലൂടെ കുറെ കാര്യങ്ങൾ ലേൺ ചെയ്യുന്നുണ്ടല്ലേ. എന്താണ്? നമ്മളുടെ എക്സ്പീരിയൻസിലൂടെ നമ്മൾ പഠിക്കുന്നു. ഇതിനെയാണ് എന്ന് പറയുന്നത് അനുഭവ പഠനം എന്ന് പറയുന്നത്, സ്വന്തമായിട്ട് ചെയ്യുന്നതിനെ. അതുകൊണ്ട് ഇതിന്റെ ആൻസർ ഒരിക്കലും അനുഭവ പഠനം അല്ല. അനുഭവ പഠനം എന്ന് പറയുന്നത് ഇതാണ്. ഇത് തെറ്റിക്കാണും, ഇത് ഒത്തിരി പേർക്ക് തെറ്റിക്കാണും കേട്ടോ. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് സാമൂഹിക പഠനമാണ്. ഇതിനകത്ത് സാമൂഹിക പഠനം എന്ന് പറഞ്ഞാൽ എന്താണ്? വേറൊരാളെ മോഡലായിട്ട് കണ്ട് അതിനകത്തുള്ള മാറ്റങ്ങള് കൊണ്ടുവന്ന് ചെയ്യുന്നതിനെയാണ് സാമൂഹ്യ പഠനം എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ചുറ്റുപാടും കണ്ടിട്ടോ അല്ലെങ്കിൽ എന്താണ് ഒരാളെ മോഡൽ നിർത്തിക്കൊണ്ട് നമ്മൾ നമ്മുടെ കാര്യത്തിൽ മാറ്റം വരുത്തുന്നുണ്ടെങ്കിൽ അതിനെ എന്താണ്? സാമൂഹ്യ പഠനം അല്ലെങ്കിൽ സോഷ്യൽ ലേണിംഗ് എന്നാണ് പറയുന്നത്. ഇൻസൈറ്റ്ഫുൾ ലേണിങ്ങും ഇതുമായിട്ട് ഒരു ചെറിയ ഡൗട്ട് വരും. കാരണം ഇൻസൈറ്റ്ഫുൾ എന്ന് പറയുമ്പോൾ മൊത്തത്തിൽ നോക്കി കണ്ടുകൊണ്ട് നമ്മൾ ചെയ്യുന്നതിനെയാണ് ഇൻസൈറ്റ്ഫുൾ എന്ന് പറയുന്നത്. പക്ഷെ ഇതിന്റെ ആപ്റ്റ് ആയിട്ടുള്ള ആൻസർ ഓപ്ഷൻ ബി ആണ്. സാമൂഹിക പഠനമാണ് ആൻസർ, സോഷ്യൽ ലേണിംഗ് ആണ് ആൻസർ. ഓക്കെ, ഇത് സോഷ്യൽ ലേണിംഗ് എന്താണെന്നാണ് കേട്ടോ കൊടുത്തേക്കുന്നത്. പക്ഷെ ഇത് ക്ലിയർ അല്ല. ഇത് വേറൊന്നുമില്ല. എന്താണ്? മുതിർന്നവരുടെ ദൃശ്യമാധ്യമങ്ങളിലൂടെ കുട്ടികൾ ഓരോന്ന് കണ്ട് അനുകരിക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ. അതേപോലെ തന്നെ നമ്മളും അതുപോലെ അനുകരിക്കുന്നതിനെയാണ് സോഷ്യൽ ലേണിംഗ് എന്ന് പറയുന്നതെന്നുള്ള ഒരു സ്ലൈഡാണ് കേട്ടോ ഇത്. നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ്, ഡിസ്കവറി ലേണിംഗ് തിയറി നിർദ്ദേശിച്ചത് ആരാണ്? ഡിസ്കവറി ലേണിംഗ് തിയറി നിർദ്ദേശിച്ചത് ആരാണ്? കണ്ടെത്തൽ പഠനം. വൈഗോട്സ്കി, ജെറാമസ് ബ്രൂണർ, ഡേവിഡ് ഓസ്ബെൽ, ആൽബർട്ട് ബെന്തൂര. ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ജെറോമസ് ബ്രൂണർ ആണ് ആൻസർ. കണ്ടെത്തൽ പഠനം, ചാക്രികാരോഹണ രീതി, ആശയദാന മാതൃക, ഇതെല്ലാം ആരാണ്? നമ്മൾ പറഞ്ഞതാണ് അല്ലേ, ജെറാമസ് ബ്രൂണർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കണ്ടെത്തൽ പഠനം എന്ന ആശയം മുന്നോട്ട് വെച്ചത് ആരാണ്? ജെറോമസ് ബ്രൂണർ. ഓക്കെ, നെക്സ്റ്റ്, ഗിൽഫോർഡിന്റെ അഭിപ്രായത്തിൽ ഭൗതിക പ്രക്രിയയിൽ ഉൾപ്പെടാത്ത സവിശേഷ ഘടകം. അതായത് ഗിൽഫോർഡിന്റെ അഭിപ്രായത്തിൽ അല്ലെങ്കിൽ തന്നെ നമുക്ക് ഭൗതികപരമായിട്ടുള്ള പ്രക്രിയ എന്ന് പറയുമ്പോൾ തന്നെ ഇതെല്ലാം എന്താണ്? നമ്മുടെ തലച്ചോറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണല്ലേ ഭൗതികമായിട്ടുള്ള പ്രക്രിയ എന്ന് പറയുന്നത്. അപ്പൊ ഓർമ്മ എവിടെയാണ് നടക്കുന്നത്? അവിടെ തന്നെയാണ് നടക്കുന്നത്. വൈജ്ഞാനികപരമായിട്ടുള്ള കാര്യങ്ങളും എവിടെയാണ്? തലച്ചോറിലാണ് നടക്കുന്നത് അല്ലേ. ഏകമുഖ ചിന്ത, അതെന്താണ് മനസ്സിലായാലും അപ്പുറത്തോട്ട് നോക്കുക. കൺവെർജന്റ് തിങ്കിങ്, ഇതായിരിക്കും നിങ്ങൾ കൂടുതലായിട്ട് കേട്ടിട്ടുള്ളത്. ഈ തിങ്കിങ് എന്ന് പറയുന്ന കാര്യവും എന്താണ്? നമ്മുടെ തലച്ചോറുമായിട്ട് ബന്ധപ്പെടുന്നതാണ്. എന്നാൽ വിവക്ഷ അല്ലെങ്കിൽ ഇംപ്ലിക്കേഷൻസ് എന്ന് പറയുന്ന കാര്യം എന്താണ്? പ്രത്യാഘാതം. അതൊരു കാര്യം സംഭവിച്ചു കഴിഞ്ഞ് അതിന്റെ ഫലമായിട്ടുണ്ടാവുന്നതാണ് ഈ വിവക്ഷ അല്ലെങ്കിൽ പ്രത്യാഘാതം എന്ന് പറയുന്ന സാധനം. ഇത് നമ്മുടെ ഭൗതികപരമായിട്ട്
ഉണ്ടാവുന്ന ഒരു കാര്യമല്ല. അതുപോലെ തന്നെ ഇത് എടുത്തു പറയുന്നുണ്ട്, ഗിൽഫോർഡിന്റെ കാര്യത്തിൽ എടുത്തു പറയുന്നുമുണ്ട്. എന്നാൽ നിങ്ങൾക്ക് ഇത് അറിയാത്തവർക്കാണെങ്കിൽ ഇത് ഇങ്ങനെ ലോജിക്കലായിട്ട് ചിന്തിച്ച് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഇതേ ഉള്ളായിരുന്നു. അപ്പൊ ആൻസർ എന്ന് പറയുന്നത് ഉൾപ്പെടാത്തത് വിവക്ഷ ആണ്, ഇംപ്ലിക്കേഷൻസ് ആണ് ഇതിനകത്ത് ഉൾപ്പെടാത്തത്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 16 ആണ്ടെ, മാനസിക പ്രക്രിയയിലെ ഉപവിഭാഗങ്ങൾ. ഇതിനകത്ത് വരുന്നതാണ് എന്ത്? വൈജ്ഞാനികം, കൊഗ്നിഷൻ, ഓർമ്മ, മെമ്മറി, വിവ്രജന ചിന്തനം, ഡൈവേർജന്റ് തിങ്കിങ്, സംവ്രജന ചിന്തനം അല്ലെങ്കിൽ ഏകമുഖ ചിന്ത എന്നൊക്കെ പറയുന്നത് എന്താണ്? കൺവെർജന്റ് തിങ്കിങ്, മൂല്യനിർണയം, അതായത് എന്താണ്? ഇവാലുവേഷൻ, ഇത്രയും കാര്യങ്ങൾ വരുന്നുണ്ട്. വിവക്ഷ ഇതിനകത്ത് ഉൾപ്പെടുന്നതല്ല. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 16, ഒരു വ്യക്തിയുടെ ക്ഷേമത്തിന് വേണ്ടി അവന്റെ ഉള്ളിൽ അടഞ്ഞുകൂടിക്കിടക്കുന്ന വികാരങ്ങളെ പുറത്തുവിടുന്നതിനെ പറയുന്ന പേര്. ഒരു വ്യക്തിയുടെ ക്ഷേമത്തിന് വേണ്ടി അവന്റെ ഉള്ളിൽ അടിഞ്ഞുകൂടി കിടക്കുന്ന വികാരങ്ങളെ പുറത്തുവിടുന്നതിനെ പറയുന്ന പേര്. ഓപ്ഷൻ എ വ്യതിചലനം, ആന്തരനിരോധനം, ഉദാത്തീകരണം, കത്താർസിസ്. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? എല്ലാവർക്കും കൺഫ്യൂഷൻ ആയിട്ട് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും ഇതെന്ന് പറയുന്നത്. ഇതിന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി ആണ് ഇതിന്റെ ആൻസർ. കത്താസിസ് എന്ന് പറയുന്നത്, ഇതെന്ന് പറയുന്നത് എന്താണ്? പ്യൂരിഫൈയിങ്, നമ്മുടെ ഇതിനെ ഇമോഷനെ പ്യൂരിഫൈ ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ ടെൻഷനെ റിലീസ് ചെയ്യുക, സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങളെ എന്താണ്? റിലീസ് ചെയ്യുക എന്ന ഒരു മീനിങ് ആണ് കത്താസിസ് കൊണ്ടുവരുന്നത്. കേട്ടോ. നെക്സ്റ്റ്, catharsis is the process of purifying or purging emotions, often through art. It can also refer to the release of tensions or spiritual renewal. അപ്പൊ നിങ്ങളത് മറക്കാതിരിക്കുക, ഇത് പഠിച്ചു വെക്കുക, ഇങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ. ഓക്കെ, അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. RPWD 2016 നിയമപ്രകാരം ഉൾപ്പെടാത്ത വൈകല്യം ഏതാണ്? സെറിബ്രൽ പാൾസി, ഓട്ടിസം സ്പെക്ട്രൽ ഡിസോർഡർ, ഹീമോഫീലിയ, കൊറോണറി ആർട്ടറി ഡിസീസ്. അതാണ് ഇതിനകത്ത് ഉൾപ്പെടാത്തത്. ഓപ്ഷൻ ഡി ആണ് ഇതിനകത്ത് ഉൾപ്പെടാത്തത്, കൊറോണറി ആർട്ടറി ഡിസീസ് എന്ന് പറയുന്നത്. ഈ RPWയുടെ ഇതിന്റെ ഫുൾ ഫോം എന്താണ്? റൈറ്റ് ടു പീപ്പിൾ വിത്ത് ഡിസബിലിറ്റീസ്. ഇതിനകത്ത് പറയുന്നുണ്ട് കുറച്ച് ഡിസബിലിറ്റീസ്, ഒരു 21 അതിൽ കൂടുതൽ ഒരു ഡിസബിലിറ്റീസ് പറയുന്നുണ്ട്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. 2016 വികലാംഗരുടെ അവകാശങ്ങൾ എന്ന നിയമത്തിൽ ക്യാൻസർ, ടൈപ്പ് പ്രമേഹം, പോളിസ്റ്റിക് വൃക്കാരോഗം തുടങ്ങിയ മെഡിക്കൽ അവസ്ഥകൾ ഉൾപ്പെടുത്തിയിട്ടില്ല. RPWD നിയമം മെഡിക്കൽ അവസ്ഥകളിലല്ല, വൈകല്യങ്ങളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. അപ്പൊ വൈകല്യങ്ങളിലാണ് ഇത് പ്രധാനമായിട്ടും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് അല്ല, ബാക്കിലോട്ട്. ഓക്കെ, ഇതാണ് കുറച്ച് അതിന്റെ രോഗങ്ങളെന്ന് പറയുന്നത്. ഒന്ന്, ബ്ലൈൻഡ്നെസ്, ലോ വിഷൻ, ലെപ്രോസി, ക്യൂർഡ് പേഴ്സൺ, ഹിയറിംഗ് ഇമ്പയറൻസ്, ലോക്കോമോട്ടോർ ഡിസബിലിറ്റി, ഡാർഫിസം, ഇന്റലക്ച്വൽ ഡിസബിലിറ്റി, മെന്റൽ ഇൽനസ്, ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ, സെറിബ്രൽ പാൾസി, മസ്കുലർ ഡിസ്ട്രോഫി, ക്രോണിക് ന്യൂറോളജിക്കൽ കണ്ടീഷൻ. ഇങ്ങനെ കുറച്ച് അധികം രോഗങ്ങളുണ്ട്. ഇത് 21 അല്ല, ഇതിന്റെ കുറച്ചും കൂടെ ഉണ്ട്. അപ്പൊ നിങ്ങളത് എടുത്തു നോക്കണം. അതിപ്പം ഇമ്പോർട്ടന്റ് ആയിട്ട് ഇവർ ഇപ്പൊ ഈ RPWയുടെ തന്നെ 2 ക്വസ്റ്റ്യൻ അടുപ്പിച്ച് ഈ കാറ്റഗറി 4 ചോദിച്ചു. അപ്പൊ ഇനിയും അതിനുള്ള ഒരു ഇതുണ്ട്. ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ് ഇത്. അതുകൊണ്ട് ഈ രോഗങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക, ഒരു മനസ്സിലാക്കി വെക്കുക കേട്ടോ. അപ്പൊ ഇതെല്ലാം ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 18.
ഒരു വിദ്യാർത്ഥിയുടെ മാതൃഭാഷ വിദേശ ഭാഷയുടെ ശരിയായ ഉച്ചാരണം, സ്വരലയം എന്നിവ പഠിക്കുമ്പോൾ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു എങ്കിൽ അതായത് ഒരു വിദ്യാർത്ഥി ആ വിദ്യാർത്ഥിയുടെ മദർ ടങ് ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് കാണുമല്ലോ, നമ്മുടെ ആണെങ്കിൽ മലയാളം. ഈ മലയാളം അല്ലാതെ നമ്മൾ ഒരു വിദേശ ഭാഷ പഠിക്കുവാണെങ്കിൽ അവിടെ ഉച്ചാരണം ശരിയാവത്തില്ല. ആ സമയത്ത് പഠിക്കുമ്പോൾ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു എങ്കിൽ അത് ഇതിനകത്ത് ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. മറവി ആണോ? മറവി ആയിരിക്കത്തില്ല. മറവി ആണെങ്കിൽ നമുക്കത് പഠിക്കാൻ കഴിയത്തില്ല അല്ലെ. പഠനത്തിന്റെ പ്രതികൂല ലാഭ പരിണാമം, അപസമായോജനം, പഠനത്തിന്റെ ശൂന്യ ലാഭ പരിണാമം. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇംഗ്ലീഷ് നോക്കാം. ഫോർഗെറ്റിംഗ്, നെഗറ്റീവ് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ്, മാൽ അഡ്ജസ്റ്റ്മെന്റ്, സീറോ ട്രാൻസ്ഫർ. ഇതിനകത്ത് ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ ബി ആണ്, നെഗറ്റീവ് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ്. നമ്മൾ എന്താണ് അതിനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ നെഗറ്റീവായിട്ട് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് ആണ്. ഇതിന്റെ ഓപ്ഷൻ ബി ആണ് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്. പഠനത്തിന്റെ പ്രതികൂല ലാഭ പരിണാമം എന്ന് പറയുന്നതാണ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 19ാമത്തെ ക്വസ്റ്റ്യൻ. എറിക്സന്റെ അഭിപ്രായത്തിൽ ഒരു വ്യക്തി പ്രായോഗികതയുടെയും വിമർശനത്തിന്റെയും അടിസ്ഥാനത്തിൽ ശരിയും തെറ്റും തിരിച്ചറിയുന്ന ഘട്ടം. ഈ ക്വസ്റ്റ്യൻ നമ്മൾ ഒത്തിരി ഡിസ്കസ് ചെയ്തതായിരുന്നു. PYQലൊക്കെ ഒത്തിരി ഇമ്പോർട്ടന്റ് ആയിട്ട് ഞാൻ പറഞ്ഞ ഒരു പോർഷൻ ആയിരുന്നു ഇത്. ഇത് തെറ്റിച്ചിട്ടുണ്ടോ ആൾക്കാര്? ഓപ്ഷൻ എ എന്ന് പറയുന്നത് സ്വാശ്രയത്വം വെസസ് ജാള്യത, അടുപ്പം വെസസ് ഒറ്റപ്പെടൽ, മുൻകൈ എടുക്കൽ വെസസ് കുറ്റബോധം, ഊർജ്ജസ്വലത വെസസ് അപകർഷത. ഇതില് ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ സി ആണ്. കാരണം എന്താണ്? ഇവിടെ എറിക്സന്റെ അഭിപ്രായത്തില് അദ്ദേഹം എടുത്ത് നമ്മൾ പറയുന്നുണ്ട് എന്താണ്, ഓരോ കുട്ടികള് ഊർജ്ജസ്വലമായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുന്നത് മുൻകൈ എടുക്കൽ വെസസ് കുറ്റബോധം എന്നുള്ള ഒരു പ്രായ പരിധിയിൽ വരുമ്പോൾ, അതായത് ഒരു 3 വയസ്സിന്റെ തുടക്കത്തിലായിരിക്കും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങുന്നത്. അപ്പൊ ഇത് കുട്ടികളില് തെറ്റുമ്പം അവർക്ക് ഉണ്ടാവുന്നതാണ് അപകർഷതല്ല കുറ്റബോധം എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, മുൻകൈ എടുക്കൽ വെസസ് കുറ്റബോധം. ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇത് ക്ലിയർ അല്ല. ഇത് അതെന്താണെന്നുള്ളതാണ് കേട്ടോ. നമുക്ക് അടുത്ത് നോക്കാം. ഓക്കെ, 20ാമത്തെ ക്വസ്റ്റ്യൻ. ഒരു സ്കൂളിൽ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ആവശ്യങ്ങൾ പരിഗണിച്ച് ഒരു പൊതുവായ യൂണിഫോം നടപ്പിലാക്കാൻ തീരുമാനിക്കുന്നു. ഇത് താഴെ പറയുന്നവയിൽ ഏത് വിഭാഗത്തിൽ പെടുന്നു എന്നാണ്. അതായത് ഒരു സ്കൂളിൽ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ആവശ്യങ്ങൾ പരിഗണിച്ചുകൊണ്ടിട്ട് പൊതുവായിട്ടുള്ള യൂണിഫോം നടപ്പിലാക്കുന്നു. ഏതിനകത്ത് പെടുന്നതാണെന്നാണ് ഈ ക്വസ്റ്റ്യൻ ഒത്തിരി പേര് തെറ്റിച്ചിട്ടുണ്ടായിരിക്കും. കാരണം ലിംഗസമത്വം, ഓപ്ഷൻസ് ലിംഗസമത്വം, ലിംഗവിവേചനം, ലിംഗ ന്യൂട്രാലിറ്റി, ലിംഗ സ്റ്റീരിയോടൈപ്പ്. ഇതിനകത്ത് ആൻസർ ഏതാണ്? ഇതിനകത്ത് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, ലിംഗ ന്യൂട്രാലിറ്റി, ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന് പറയുന്നതാണ്. ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന് പറഞ്ഞാൽ ജെൻഡറിന്റെ പേരില് വ്യത്യസ്തരായിട്ട് ആൾക്കാരെ കാണാതിരിക്കുക, അവരുടെ ജെൻഡറിന്റെ പേരിൽ അവരെ വ്യത്യസ്തരായിട്ട് കാണാതിരിക്കുക എന്നുള്ളതാണ് ഈ ജെൻഡർ ന്യൂട്രാലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ ജെൻഡർ ഇക്വാളിറ്റി എന്ന് പറയുന്നത് എന്താണ്? അവരുടെ അവകാശങ്ങള്, അവരുടെ അവസരങ്ങള്, അതേപോലെ റെസ്പോൺസിബിലിറ്റീസ് ഇതെല്ലാം നിറവേറ്റാൻ വേണ്ടിയിട്ട് ഒരു ആൺ പെൺ വ്യത്യാസം ഉണ്ടാകരുത്. ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? ജെൻഡർ ഇക്വാലിറ്റി എന്ന് പറയുന്നത്. പിന്നെ എന്താണ് ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന് പറഞ്ഞാല് ജെൻഡറിന്റെ പേരിൽ അവരെ വ്യത്യസ്തരായിട്ട് കാണാതിരിക്കുക, അതാണ് ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന് പറയുന്നത്. ജെൻഡർ ന്യൂട്രാലിറ്റി ഈസ് ദ ഐഡിയ ദാറ്റ് പീപ്പിൾ ഷുഡ് ബി ട്രീറ്റഡ് ഡിഫറെന്റ്ലി ബേസ്ഡ് ഓൺ ദെയർ ജെൻഡർ. ജെൻഡർ ഇക്വാലിറ്റി എന്ന് പറയുന്നതാണ് ഇറ്റ് മീൻസ് ദാറ്റ് ദ റൈറ്റ്സ്, റെസ്പോൺസിബിലിറ്റീസ്, ഓപ്പർച്യൂണിറ്റീസ് ഓഫ് ഇൻഡിവിജ്വൽ വിൽ നോട്ട് ഡിപ്പെൻഡ് ഓൺ വെദർ ദേ ആർ മെയിൽ ഓർ ഫീമെയിൽ, ഹാൻഡിക്യാപ്ഡ് ഓർ ഏബിൾ ബോഡീഡ്, യങ് ഓർ എൽഡർ. ഒന്നിന്റെയും വ്യത്യാസത്തില് അവരെ മാറ്റി നിർത്താതിരിക്കുക എന്നാണ്
ഈ ജെൻഡർ ഇക്വാളിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ ലിംഗവിവേചനം എന്ന് പറയുന്നതാണ് ഈ ജെൻഡറിന്റെ പേരിൽ അവരെ മാറ്റി കാണപ്പെടുന്നു, വ്യത്യസ്തരായിട്ട് കാണുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത് ലിംഗവിവേചനം അല്ലെങ്കിൽ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഇത് ക്ലിയർ ആയിട്ട് പഠിച്ചു വെക്കാം. നമ്മൾ എപ്പോഴും ഇത് കേൾക്കുമ്പം ജെൻഡർ ഇക്വാളിറ്റി ആണ് എന്നുള്ള രീതിയിൽ നിൽക്കും. അപ്പൊ നെക്സ്റ്റ്, എപ്പിസോഡിക് മെമ്മറിയുമായി ബന്ധപ്പെട്ടത്. എപ്പിസോഡിക് മെമ്മറി എന്താണെന്ന് ആദ്യം പറയണം. എപ്പിസോഡിക് മെമ്മറി എന്ന് വെച്ചാൽ എന്താണ്? ഒരു വ്യക്തിയുടെ അനുഭവങ്ങൾ, അതായത് വ്യക്തിപരമായിട്ടുള്ള അനുഭവങ്ങൾ ഓർമ്മിക്കാനും സംഭരിക്കാനും പഠിക്കാനും ഉള്ള കഴിവാണ് എന്തെന്ന് പറയുന്നത് എപ്പിസോഡിക് മെമ്മറി എന്ന് പറയുന്നത് കേട്ടോ. എപ്പിസോഡിക് മെമ്മറി എന്ന് പറയുന്നത് വ്യക്തിപരമായിട്ടുള്ള അനുഭവങ്ങൾ ഓർമ്മിക്കാനും സംഭരിക്കാനും ഉള്ള കഴിവാണ് എപ്പിസോഡിക് മെമ്മറി എന്ന് പറയുന്നത്. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ, ഗുണിത പ്രശ്നത്തിന്റെ ആവർത്തനം. അതൊരു വ്യക്തിപരമായിട്ടുള്ള അനുഭവം അല്ല. 2, ഫീൽഡ് ട്രിപ്പുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥി അനുഭവിച്ച സംഭവങ്ങൾ സ്മരിക്കുന്നത്. ഫീൽഡ് ട്രിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിദ്യാർത്ഥി അനുഭവിച്ച സംഭവങ്ങൾ സ്മരിക്കുന്നു. അതൊരു എപ്പിസോഡിക് മെമ്മറി ആയിട്ട് നമുക്ക് കാണാം. പാഠശാലയിൽ പഠിച്ച വിവിധ വിഷയവിവരങ്ങൾ. അതൊരു വ്യക്തിപരമായിട്ടുള്ള ഒരു കാര്യമല്ലല്ലേ, ഒരു സംഭവത്തിന്റെ തീയതി ഓർമ്മിക്കുക. അതിനകത്ത് അനുഭവങ്ങളായിട്ടൊന്നുമില്ല. ഇതിനകത്ത് ഏറ്റവും ആപ്റ്റ് ആയിട്ട് വരുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ ബി ആണ്. ഫീൽഡ് ട്രിപ്പുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥി അനുഭവിച്ച സംഭവങ്ങൾ സ്മരിക്കുന്നത്. ഇതാണ് എന്തെന്ന് പറയുന്നത് എപ്പിസോഡിക് മെമ്മറിയുമായിട്ട് ബന്ധപ്പെട്ട് ആപ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണേ. ഓക്കെ, ഓപ്ഷൻ ബി. ഇനി നമുക്ക് വ്യക്തിപരമായ അനുഭവങ്ങൾ ഓർമ്മിക്കാനും സംഭരിക്കാനും പഠിക്കാനുമുള്ള കഴിവാണ് എന്തെന്ന് പറയുന്നത് എപ്പിസോഡിക് മെമ്മറി എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്ലിയർ ആണോ എല്ലാവർക്കും ഇത്രയും പറഞ്ഞത്? ഇതുവരെ ഉള്ളതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ ആണല്ലോ? ആണോ? കമന്റ് എങ്കിലും ചെയ്യും നിങ്ങള്. എനിക്ക് സൈക്കോളജി എന്താണെന്ന് അറിയില്ല, അതുകൊണ്ട് ഞാനത് ആദ്യം ഒന്ന് പഠിച്ചിട്ട് വേണം. പഠിച്ചില്ലായിരുന്നല്ലേ? ഇല്ല, ഞാന് ജസ്റ്റ് മാത്രം കഴിഞ്ഞിട്ടുള്ളൂ, പിന്നെ ഇതിനെ പറ്റിയിട്ടൊന്നും അറിയില്ല. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 22ാമത്തെ ക്വസ്റ്റ്യൻ. 25, 16, 20, 19, 15 അടുത്ത നമ്പർ കണ്ടെത്തുക. ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റീസണിങ് എന്ന് പറയുന്ന ഒരു ഏരിയയിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇതിനകത്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്ന എന്താണ്? 25ന്ന് 5 കുറഞ്ഞിട്ടാണ് മൂന്നാമത് വരുന്ന സംഖ്യ. അതേപോലെ അതിനകത്ത് പിന്നെ 5 കുറഞ്ഞിട്ടുള്ള സംഖ്യയാണ് എന്തെന്ന് പറയുന്നത് അടുത്ത മൂന്നാമത്തെ സംഖ്യ എന്ന് പറയുന്നത്. 16ന്ന് 3 കൂട്ടുന്നതാണ് അടുത്ത സംഖ്യ എന്ന് പറയുന്നത്. അപ്പൊ അടുത്ത സംഖ്യയും അങ്ങനെ തന്നെ ആയിരിക്കും. ഇതെന്താണ്? ഇതിന്റെ മുകളിൽ തന്നിട്ടുള്ള സാമ്യതാ പ്രശ്നം ഏതിന്റെ പരിധിയിൽ കണ്ടെത്താൻ സഹായിക്കുന്നു എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇവിടെ ഇതിന് നിങ്ങൾ ഇൻഡക്റ്റീവ് റീസണിങ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ഇവിടെ ഇൻഡക്റ്റീവ് റീസണിങ്, ഡിഡക്റ്റീവ് റീസണിങ്, ലീനിയർ റീസണിങ്, ലോജിക്കൽ റീസണിങ്. അപ്പൊ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, ഇൻഡക്റ്റീവ് റീസണിങ് ആണ്. അതായത് ഇൻഡക്റ്റീവ് റീസൺ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ, അതായത് നമുക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാം, ആ അറിയാവുന്ന കാര്യങ്ങൾ ഉപയോഗിച്ച് എന്ത് സംഭവിക്കുമെന്ന് പ്രവചിക്കുന്നു. നമുക്കറിയാവുന്ന, നമ്മൾക്കിപ്പം ആ ഒരു അറേഞ്ച്മെന്റും കാര്യങ്ങളും നമ്മൾ നേരത്തെ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇത് എന്തായിരിക്കും എന്നുള്ള രീതിയിൽ ഉപയോഗിച്ച് ഇനി എന്ത് സംഭവിക്കുമെന്ന് പ്രവചിക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത് ഇൻഡക്റ്റീവ് റീസണിങ് എന്ന് പറയുന്നത്. ഡിഡക്റ്റീവ് റീസണിങ് ആണെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ ഒരു കൺക്ലൂഷനിലോട്ട് എത്തിച്ചേരാൻ നോക്കും. അതായത് ഒരു നിഗമനത്തിൽ എത്തിച്ചേരുന്നതിന് പൊതുവായിട്ടുള്ള ആശയങ്ങൾ ഉപയോഗിക്കുന്ന ഒരു ലോജിക്കൽ പ്രക്രിയയാണ് ഡിഡക്റ്റീവ് റീസണിങ് എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും നമുക്കിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ കിട്ടി, അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്കിപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ഒരു കഥ കിട്ടിയെന്ന് വെച്ചാൽ നമ്മൾ അതിന്റെ ആശയം പെട്ടെന്ന് തന്നെ നിമിഷ നേരങ്ങൾ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, അതൊരു നിഗമനത്തിലെത്തി വെക്കും.
അങ്ങനെ ഉള്ളതിനെയാണ് എന്തെന്ന് പറയുന്നത് ഡിഡക്റ്റീവ് റീസണിങ് എന്ന് പറയുന്നത്. അതൊരു ലോജിക്കൽ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് ഡിഡക്റ്റീവ് റീസണിങ് എന്ന് പറയുന്നത്. ഇതിനെ ടോപ്പ് ഡൗൺ റീസണിങ് എന്ന് പറയുന്നുണ്ട്. ഇതിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് കൺക്ലൂഷൻ ആയിരിക്കും ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. ലീനിയർ റീസണിങ് എന്ന് വെച്ചാൽ എന്താണ്, ഒരു സിസ്റ്റമാറ്റിക് അല്ലെങ്കിൽ ഒരു അനലിറ്റിക് ആയിട്ടുള്ള തോട്ട് പ്രോസസ്സിലൂടെ ഒരു പ്രശ്നത്തെ പരിഹരിക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത് ലീനിയർ റീസണിങ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഈ ഇൻഡക്റ്റീവ് റീസണിങ് എന്ന് പറഞ്ഞത് ഒരു മാനസിക പ്രക്രിയയാണ്. അതിൽ നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ ഉപയോഗിച്ച് എന്ത് സംഭവിക്കുമെന്ന് പ്രവചിക്കുന്നത് ആണ് എന്തെന്ന് പറയുന്നത് ഇൻഡക്റ്റീവ് റീസണിങ് എന്ന് പറയുന്നത്. ലീനിയർ റീസണിങ് ഞാൻ പറഞ്ഞത് സിസ്റ്റമാറ്റിക് ആയിട്ടും അനലിറ്റിക്കൽ തോട്ടായിട്ടും തോട്ട് പ്രോസസ്സിലൂടെ പ്രോബ്ലം സോൾവ് ചെയ്യുന്നതാണ്. ലോജിക്കൽ റീസണിങ് എന്ന് വെച്ചാൽ എന്താണ്? ലോജിക്കൽ റീസണിങ് എന്ന് പറഞ്ഞാൽ അതൊരു പ്രോസസ് ഓഫ് തിങ്കിങ് ആണ്. എന്താണ്, സംതിങ് മേക്ക് എ ഡിസിഷൻ, ഒരു ഡിസിഷൻ എടുക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെയുള്ള പെട്ടെന്ന് ഒരു ഡിസിഷൻ എടുക്കുന്നതിന് വേണ്ടി ലോജിക്കലി നമ്മൾ ചിന്തിക്കുന്നതിനെയാണ് ലോജിക്കൽ റീസണിങ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ഇൻഡക്റ്റീവ് റീസണിങ് ആണ് കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 23. ധാരണ രൂപീകരണ പ്രക്രിയയിൽ വ്യത്യസ്ത സാഹചര്യങ്ങൾ അനുഭവിച്ചതിന് ശേഷം അവയിൽ പൊതുവായ ഘടകങ്ങളെ തിരിച്ചറിയുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേര്. അതായത് എന്താണ് ക്വസ്റ്റ്യൻ എന്ന് വെച്ചാല് ഒരു ഇത് നമ്മൾ പഠിക്കുകയാണ്. അപ്പൊ അതിനകത്ത് പ്രത്യേകിച്ച് ഒരു പ്രോജക്റ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടോപ്പിക്കിൽ എന്തെങ്കിലും ഒരു പ്രോജക്റ്റ് എന്തെങ്കിലും നമ്മൾ ചെയ്യാണ്. ആ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് സോഴ്സുകളാണ് ആ പ്രോജക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി. ഡിഫറെന്റ് ബുക്കുകൾ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സൈറ്റ്സുകൾ, അങ്ങനെ കുറെ കാര്യങ്ങൾ നടക്കും. അതിനകത്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ എടുത്തിട്ട് ബാക്കിയുള്ളതിനെ കളയും. അതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ധാരണ രൂപീകരണ പ്രക്രിയയിൽ വ്യത്യസ്ത സാഹചര്യങ്ങൾ അനുഭവിച്ചതിന് ശേഷം അവയിൽ പൊതുവായ ഘടകങ്ങളെ തിരിച്ചറിയുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേര് ആണ്. അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ മലയാളം നോക്കുമ്പം ഇത്തിരി ബുദ്ധിമുട്ടായിട്ട് തോന്നും. അപ്പൊ നമ്മൾ ഇംഗ്ലീഷിനോടുകൂടെ നോക്കാം. പര്യവേഷണം എന്ന് വെച്ചാൽ എന്താണ്? എക്സ്പ്ലോറേഷൻ എന്ന് വെച്ചാൽ പെട്ടെന്ന് നമുക്ക് കിട്ടും. കണ്ടെത്തുക, നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ ഇന്നോവേറ്റ് ചെയ്ത് കണ്ടെത്തി എടുക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത് പര്യവേഷണം എന്ന് പറയുന്നത്. അമൂർത്തീകരണം, അബ്സ്ട്രാക്ഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഇപ്പൊ നമ്മള് പെട്ടെന്ന് പറയാം അതിന്റെ അബ്സ്ട്രാക്ട്, നമ്മൾ അതിനെ പിഴിഞ്ഞെടുത്ത് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം എടുക്കുന്നതിനാണ് അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. ജനറലൈസേഷൻ എന്ന് വെച്ചാൽ എന്താണ്? ജനറലൈസേഷൻ എന്ന് വെച്ചാല് ഇപ്പൊ ജനറലൈസ് ചെയ്ത് നമുക്കിപ്പോ ഒരു ഇമോഷൻ ഉണ്ട്, ഹാപ്പി അല്ലെങ്കിൽ സാഡ്, അങ്ങനെ എന്തെങ്കിലും ഒരു ഇമോഷൻ ഉണ്ട്. ഈ ഇമോഷനെ നമ്മൾ പ്രത്യേകിച്ച് പെട്ടെന്ന് നമ്മൾ ജനറലൈസ് ചെയ്ത് പറയാണ് ഇമോഷണൽ സ്റ്റേറ്റ്, ആ കുട്ടിയുടെ ഇമോഷണൽ സ്റ്റേറ്റ് ശരിയല്ല എന്നുള്ള രീതിയിൽ പറയാം. അപ്പൊ എന്താണ് അവിടെ? ജനറലൈസേഷൻ ആണ് നടക്കുന്നത്. പിന്നെ അനാലിസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനെ കൂടുതലായിട്ട് ആഴത്തിലുള്ള അറിയുന്നതിനും അപഗ്രഥനം, ഒരു കൺക്ലൂഷൻ എത്തുന്നതിനാണ്. അപ്പൊ ഇതിനകത്ത് ആൻസർ എന്ന് പറയുന്നത് അബ്സ്ട്രാക്ഷൻ ആണ്. ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് അബ്സ്ട്രാക്ഷൻ അല്ലെങ്കിൽ അമൂർത്തീകരണം. ഘടകങ്ങളെ തിരിച്ചറിയുന്ന പ്രക്രിയ, ധാരണാ രൂപീകരണ പ്രക്രിയയിൽ വ്യത്യസ്ത സാഹചര്യങ്ങൾ അനുഭവിച്ചതിനു ശേഷം അവയിൽ പൊതുവായ ഘടകങ്ങളെ തിരിച്ചറിയുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത് അബ്സ്ട്രാക്ഷൻ അല്ലെങ്കിൽ അമൂർത്തീകരണം എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. RPWD 2016 നിലവിൽ വന്ന വർഷം. RPWD 2016 നിലവിൽ വന്ന വർഷം എന്താണ്? നിലവിൽ വന്ന വർഷം ഓപ്ഷൻ ബി ആണ്, 2017 ഏപ്രിൽ 19 ഇപ്പൊ RPWD തന്നെ എത്ര മൂന്നോ രണ്ടോ ക്വസ്റ്റ്യൻ എന്തോ ഉണ്ടായിരുന്നു അല്ലെ? അപ്പൊ നമ്മള് അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ട ഒരു ഏരിയ ആണ് അതെന്ന് പറയുന്നത്. അപ്പം ഇനി അടുത്ത എക്സാമിനായാലും നിങ്ങൾ അതിനെ വിട്ടിട്ട് പഠിക്കരുത്, അത് പഠിച്ചേ പോവാവൂ. RPWD എന്ന് പറയുന്ന ഭാഗം. ആൻസർ എന്ന് പറയുന്നത് ബി ആണ് കേട്ടോ. ഓപ്ഷൻ ബി 2017 ഏപ്രിൽ 19. ഓപ്ഷൻ ബി. Okay, next. The Right of Person with Disabilities Act 2016 came into force on April 90, 2017 to enhance the right and entitlement of person with disabilities and ensure their inclusion in society. ഇതിന് വേണ്ടിയിട്ടാണ് എന്താണ് ഈ വൈകല്യങ്ങൾക്കുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ആക്ട് തന്നെ വന്നിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 25ാമത്തെ ക്വസ്റ്റ്യൻ.
നിങ്ങളുടെ ക്ലാസ്സിലെ ഒരു വിദ്യാർത്ഥിക്ക് അവൾ ആഗ്രഹിച്ചിരുന്നിട്ടും ജില്ലാതല സംഗീത മത്സരത്തിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ചില്ല. എന്നിരുന്നാലും ഇത് തന്റെ പാഠ്യേതര പ്രവർത്തനത്തിലെ ഒരു പ്രധാന ഭാഗമായി കാണുന്നില്ല എന്ന് അഭിപ്രായപ്പെട്ടുകൊണ്ട് ഇത് ഏത് തരം പ്രതിരോധ തന്ത്രത്തിൽ പെടുന്നു എന്നാണ് ക്വസ്റ്റ്യൻ. ഇതെന്ന് വെച്ചാൽ എന്താണ്, കുട്ടിക്ക് അത് കിട്ടിയില്ല, അവക്ക് അത് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ അത് കിട്ടിയില്ല, അതുകൊണ്ട് അതിനെ ന്യായീകരിക്കുന്നു. ഇത് ഏതാണ് വരുന്നത്? ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് യുക്തീകരണമാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ എന്ന് പറയുന്നത്. ഓപ്ഷൻ എ ദമനം. നമ്മൾ എങ്ങനെയാണ് ഇതിനെ ഓപ്ഷൻ ക്യാൻസൽ ചെയ്യുന്നതെന്ന് നോക്കാം. ഓപ്ഷൻ എ ദമനമാണ്. ഓപ്ഷൻ എ ദമനം എന്താണ്? വേദനാജനകമായിട്ടുള്ള സാഹചര്യങ്ങളിൽ നമ്മുടെ അബോധ മനസ്സിലേക്ക് തള്ളിവിടുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? ദമനം എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ അതായിട്ട് വരത്തില്ല. ഓപ്ഷൻ ബി എന്ന് പറയുന്നത് പ്രക്ഷേപണമാണ്. പ്രക്ഷേപണം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഒരു തെറ്റിനെ മറ്റൊരാളുടെ മണ്ടയിൽ ചുമത്തിക്കൊണ്ട് നമ്മൾ രക്ഷപ്പെടുന്നതിനെയാണ് പ്രക്ഷേപണം എന്ന് പറയുന്നത്. ഉദാത്തീകരണം എന്ന് വെച്ചാൽ എന്താണ്? ഉദാത്തീകരണം എന്ന് വെച്ചാല് നമുക്ക് അസ്വീകാര്യമായിട്ടുള്ള ആഗ്രഹങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ സാമൂഹ്യമായിട്ടുള്ള ഏതെങ്കിലും പ്രവർത്തനത്തിലൂടെ ചെയ്തുകൊണ്ട് നമ്മൾ അവിടെ ഹാപ്പി ആയിട്ടിരിക്കുന്നു. ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഉദാത്തീകരണം എന്ന് പറയുന്നത്. ഇതിന്റെ എക്സാമ്പിൾ സഹിതം എല്ലാം പറഞ്ഞു തന്നെയാണ്. യുക്തീകരണം എന്ന് വെച്ചാൽ എന്താണ്? കിട്ടാത്ത മുന്തിരി പുളിക്കും എന്നുള്ള രീതിയിൽ ചിന്തിച്ചാൽ മതി, പെട്ടെന്ന് കിട്ടും. കുട്ടിക്ക് അവിടെ പരിപാടിക്ക് സംഗീത മത്സരത്തിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ടായിരുന്നു, പക്ഷെ കുട്ടിക്ക് അത് കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ കുട്ടി എന്ത് പറയുന്നു? അത് അല്ലേലും കൊള്ളത്തില്ല, ക്ലാസ്സിലുള്ള പാഠ്യേതര പ്രവർത്തനങ്ങളിൽ പ്രധാന ഭാഗമായിട്ട് അതിനെ കാണുന്നില്ല എന്നുള്ള രീതിയിൽ കിട്ടാത്തത് കൊണ്ട് അതിനെ എന്താണ്, അത് പുളിപ്പുള്ളതാണ്, അത് കൊള്ളില്ല എന്നുള്ള രീതിയിൽ അതിനെ ഇതാക്കുന്നു. ഇതാണ് എന്തെന്ന് പറയുന്നത്? യുക്തീകരണം എന്ന് പറയുന്നത്. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 26. യുക്തീകരണം. ഒരു വ്യക്തി തന്റെ ബലഹീനതകൾ, പരാജയങ്ങൾ, കഴിവുകേടുകൾ തുടങ്ങിയവയെ തന്റേതായ കാരണങ്ങൾ വഴി ന്യായീകരിക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? യുക്തീകരണം എന്ന് പറയുന്നത്. പുളിക്കുന്ന മുന്തിരിങ്ങ എന്ന ശൈലി, സോർ ഗ്രേപ്പ് അല്ലെങ്കിൽ മധുരിക്കുന്ന നാരങ്ങ, സ്വീറ്റ് ലെമൺ എന്നുള്ള ശൈലി. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, അടുത്ത ഐ ഫെയിൽഡ് ബിക്കോസ് മൈ ടീച്ചർ ഹേറ്റ്സ് മീ. ഇതാണ്. ഓക്കെ, നെക്സ്റ്റ് 26ാമത്തെ ക്വസ്റ്റ്യൻ. ജീൻ പിയാഷെയുടെ അഭിപ്രായത്തിൽ ഒരു ഗ്ലാസ്സിലെ ജലം ഒരു കുപ്പിയിലേക്ക് മാറ്റിയാൽ അതിന്റെ അളവിൽ യാതൊരുവിധ മാറ്റവും സംഭവിക്കുന്നില്ല എന്ന് തിരിച്ചറിയുന്ന കാലഘട്ടം ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. ഇത് ജീൻ പിയാഷെയുടെ വൈജ്ഞാനിക വികാസവുമായിട്ട് ബന്ധപ്പെടുന്നതാണ്. നമ്മൾ കുറച്ച് ടേബിളൊക്കെ ആയിട്ട് നമ്മൾ പഠിച്ചാണ്. നമ്മൾ ഇതിന്റെ ഒത്തിരി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്തതാണ് കേട്ടോ. സംവേദക ചാലകഘട്ടം, പ്രാക് മനോവ്യാപാര ഘട്ടം, പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്, മൂർത്ത മനോവ്യാപാര ഘട്ടം, കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്, ഡി ഔപചാരിക മനോവ്യാപാര ഘട്ടം, ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. ഇവിടുത്തെ ആൻസർ ഏതാണ്? ഇത് ഒരു മെഷർമെന്റിന്റെ കാര്യമാണ്. അപ്പം ഇതിനകത്ത് വരുന്നതെന്ന് വെച്ചാൽ കൺസർവേഷൻ എന്നുള്ളൊരു ഇതാണ് ഇതിനകത്ത് വരുന്നത്. കൺസർവേഷൻ ആർജിക്കുക എന്നുള്ളത്. അത് ഏതിനകത്താണ് വരുന്നത്? ഓപ്ഷൻ സിയിലാണ് വരുന്നത്. മൂർത്ത മനോവ്യാപാര ഘട്ടം, കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് എന്നതാണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പഠിച്ചാണ് കൺസർവേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം മൂർത്ത മനോവ്യാപാര ഘട്ടത്തിലാണ്. അതിന്റെ എക്സ്പ്ലനേഷൻ നമുക്കൊന്ന് നോക്കാം. നെക്സ്റ്റ്. ഓക്കെ, മൂർത്ത മനോവ്യാപാര ഘട്ടം 7 മുതൽ 11 വയസ്സ് വരെയാണ്. ഇത് എന്താണ്? തിരിച്ചു ചിന്തിക്കാനുള്ള കഴിവ്, എന്താണ്? റിവേഴ്സിബിലിറ്റി, സ്ഥിരത. നെക്സ്റ്റ് കൺസർവേഷൻ. ഇതാണ് നമ്മള് കൺസർവേഷൻ ആർജിക്കാൻ. നമ്പേഴ്സ്, വോളിയം, മാസം. ഇതാണ് ഞാൻ പറഞ്ഞത്. അതായത് കൺസർവേഷനകത്ത് വരുന്നതാണ്. ഞാൻ എക്സാമ്പിൾ ആയിട്ട് എടുത്ത് പറഞ്ഞൊരു കാര്യമാണ്. എന്തെന്ന് പറയുന്നത്? നമ്പർ, മെഷർമെന്റ്, വോളിയം, ലെങ്ത്, വെയിറ്റ്. ഈ ഒരു കാര്യത്തിനകത്ത് എല്ലാം കുട്ടികൾ എല്ലാ രീതിയിലും പഠിക്കും എന്നുള്ള രീതിയിൽ. അതായത് എന്താണ്? ചെറിയൊരു ഗ്ലാസ്സിലെയും വലിയൊരു ക്ലാസ്സിലെയും വെള്ളം എടുത്തു കഴിഞ്ഞാൽ ആ ചെറിയൊരു ഗ്ലാസ്സിലെ വെള്ളം വേറൊരു ഇതിനകത്തോട്ട് ഒഴിച്ചു കഴിഞ്ഞാൽ അത് രണ്ടും സെയിം ആണ് എന്നുള്ള രീതിയിൽ കുട്ടിക്കത്
തിരിച്ചറിയാൻ കഴിയുന്നു. അതായത് വലിയ നീളമുള്ള ഗ്ലാസ്സിലും വണ്ണമുള്ള ഗ്ലാസ്സിലുമുള്ള വെള്ളം നീളമുള്ള ഗ്ലാസ്സിൽ എന്താണ് വണ്ണം ഇല്ലാത്തത് കൊണ്ട് അതിനകത്തുള്ള ജലത്തിന്റെ അളവ് കുറവാണെന്നും വേറെ കുപ്പിയിൽ ഒഴിച്ചാൽ ഇത്ര ഉണ്ട് എന്നുള്ള അളവിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളെല്ലാം കുട്ടി പഠിക്കുന്ന ഒരു സമയമാണ് എന്തെന്ന് പറയുന്നത് മൂർത്ത മനോവ്യാപാര ഘട്ടത്തിലെ കൺസർവേഷൻ ആർജിക്കുക എന്ന് പറയുന്നത്. അതിനി അടുത്ത വട്ടം ചിലപ്പോൾ ഇനി ചോദിക്കുമ്പോൾ വെയിറ്റിന്റെ അല്ലെങ്കിൽ മെഷർമെന്റിന്റെയോ ഒക്കെ അളവിന്റെ അങ്ങനത്തെ ഉള്ള അളവിന്റെ എന്തെങ്കിലും കാര്യങ്ങൾ വെച്ചിട്ട് ചോദിക്കാം. അപ്പൊ അത് ക്ലിയർ ആയിട്ട് നോക്കുക. അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് കേട്ടോ. അപ്പൊ 27ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഒരു അധ്യാപകൻ വിദ്യാർത്ഥിയുടെ വിജയം മറ്റ് വിദ്യാർത്ഥികളുടെ പ്രകടനത്തോട് താരതമ്യം ചെയ്ത് വിലയിരുത്തുന്നു. പ്രസ്തുത മൂല്യനിർണ്ണയം ഏത് വിഭാഗത്തിൽ പെടുന്നു? അതായത് എന്താണ്, ഒരു കുട്ടിയുടെ വിദ്യാർത്ഥിയുടെ പ്രകടനത്തിനെ ആ കുട്ടിയുടെ പെർഫോമൻസിനെ വേറൊരു കുട്ടിയായിട്ടുള്ള പെർഫോമൻസുമായിട്ട് കമ്പയർ ചെയ്ത് കൊണ്ടിട്ടുള്ള മൂല്യനിർണ്ണയം നടത്തുന്നു. അതിനെ എന്താണ് പറയുന്നതാണ് മാനദണ്ഡ അധിഷ്ഠിത മൂല്യനിർണ്ണയം. അത് നിങ്ങൾ കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും അതായിരിക്കത്തില്ല. കാരണം അതിൽ പ്രത്യേകം ഒരു ക്രൈറ്റീരിയകളായിരിക്കും കൊടുത്തിരിക്കുന്നത്. ഇന്ന ക്രൈറ്റീരിയകളിൽ സാധിച്ചിട്ടുള്ള മൂല്യനിർണ്ണയം എന്നുള്ള രീതിയിൽ അധ്യാപക സൃഷ്ട മൂല്യനിർണ്ണയം. ഇതിനകത്ത് അധ്യാപക സൃഷ്ട മൂല്യനിർണ്ണയം എന്ന് വെച്ചതാണ് അധ്യാപകൻ തന്റെ പേഴ്സണൽ ആയിട്ടുള്ള ഇഷ്ടത്തിനനുസരിച്ചുള്ള ഒരു ഇവാലുവേഷൻ നടക്കുന്നത്. അപ്പൊ ഇപ്പം അധ്യാപകന് ഇഷ്ടപ്പെട്ട കുറച്ച് ഹാബിറ്റുകൾ അല്ലെങ്കിൽ കുറച്ച് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ കാണും. അതിൽ ആ രീതിയിൽ ആ രീതിയിൽ ക്ലാസ്സിൽ പെർഫോം ചെയ്യുന്നവർക്ക് ആ രീതിയിലുള്ള ഇവാലുവേഷൻ കൊടുക്കുന്നു. അപ്പൊ അത് ആയിരിക്കാൻ ഒരു ചാൻസും ഇല്ല. വ്യവസ്ഥാപിതമായ മൂല്യനിർണ്ണയം, ഇതാണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. വ്യവസ്ഥാപിതമായിട്ടുള്ള അല്ലെങ്കിൽ നോം റെഫറൻസ്ഡ് ഇവാലുവേഷൻ എന്ന് വെച്ചാൽ എന്താണ്, ഒരു സ്റ്റുഡന്റിന്റെ പെർഫോമൻസിനെ മറ്റൊരു സ്റ്റുഡന്റിന്റെ പെർഫോമൻസുമായിട്ട് കമ്പയർ ചെയ്തിട്ടുള്ള ഒരു ഇവാലുവേഷനെയാണ് എന്തെന്ന് പറയുന്നത് ഈ നോം റെഫറൻസ്ഡ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. എന്നാൽ അടുത്ത നിലവാര അടിസ്ഥാന മൂല്യനിർണ്ണയം അല്ല എന്താണ് സ്റ്റാൻഡർഡൈസ്ഡ് ഇവാലുവേഷൻ. ഇതും എന്തെന്ന് പറയാം, ഇതിനെയും ഒരു കമ്പാരിസൺ രീതിയിലുള്ള ഒരു ഇവാലുവേഷൻ ആണ് എന്താണ് സ്റ്റാൻഡർഡൈസ്ഡ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. അതും ഒരു കമ്പയർ ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ അതെന്താണ്, അത് സ്റ്റുഡൻസിനെ അല്ല. അതിനകത്ത് പ്രധാനമായിട്ട് എടുത്തു പറയുന്നുണ്ട് ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ പീപ്പിൾസ്. ഇതിനെ കമ്പയർ ചെയ്തിട്ടുള്ള ഒരു മൂല്യനിർണ്ണയമാണ് എന്താന്ന് പറയുന്നത് സ്റ്റാൻഡർഡൈസ്ഡ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, 28ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. പരിമിതമായ ഉത്തേജനങ്ങളോടുള്ള അവബോധം വർദ്ധിപ്പിക്കുന്നതിനായി പ്രത്യക്ഷണ കേന്ദ്രീകൃത പ്രക്രിയ. അതായത് എന്താണ് ഇത്, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ക്ലിയർ ആയില്ലെങ്കിൽ ഇംഗ്ലീഷ് ജസ്റ്റ് വായിച്ചു നോക്കാം, അപ്പൊ ക്ലിയർ ആവും. ദ പ്രോസസ് ഓഫ് എന്താണ് കോൺസെൻട്രേറ്റിംഗിന്റെ ഒരു കാര്യത്തോട് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കണം. അതിന് എന്താണ് പരിമിതമായ ഉത്തേജനങ്ങളുടെ അവബോധം വർദ്ധിപ്പിക്കുന്നതിനായി പ്രത്യക്ഷണ കേന്ദ്രീകൃത പ്രത്യേകത. ഒരു കാര്യത്തോട് കോൺസെൻട്രേറ്റ് ചെയ്ത് ഇരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇതിനകത്ത് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ഏതാണ് എന്നുള്ളതാണ്. കോൺസെൻട്രേറ്റിംഗ് എന്നുള്ള കാര്യത്തിന് ഏതാണ് ഓപ്ഷൻ എ താല്പര്യം കോൺസെൻട്രേറ്റിംഗിന് വേണം അല്ലെ. അതേപോലെ ഓപ്ഷൻ ബി ശ്രദ്ധയും വേണം. പിന്നെന്താണ് മനോഭാവവും വേണം. അഭിരുചി, നമുക്ക് കോൺസെൻട്രേറ്റിംഗ് ചെയ്യുന്നതിന് അഭിരുചി വേണം എന്നില്ല. അപ്പൊ ഇതിനകത്ത് ഏറ്റവും ആപ്റ്റായിട്ട് നിൽക്കുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, ശ്രദ്ധയാണ് എന്താണ് കോൺസെൻട്രേറ്റിംഗിന്റെ ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്, ഓപ്ഷൻ ബി. ഓക്കെ, നെക്സ്റ്റ് ശ്രദ്ധ എന്താണ്, ശ്രദ്ധ എന്താണ്, ഏതെങ്കിലും ഒരു വസ്തുവിലേക്ക് നമ്മൾ ശ്രദ്ധിച്ച് നോക്കുന്നതിനെ അല്ലെങ്കിൽ നിരീക്ഷിക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത് അറ്റൻഷൻ അല്ലെങ്കിൽ ശ്രദ്ധ എന്ന് പറയുന്നത്. ഇത് ക്ലിയർ അല്ല. ഓക്കെ, നിങ്ങൾക്ക് ഇത് ഓൾറെഡി തന്നിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് കോൾബർഗിന്റെ കാഴ്ചപ്പാടിൽ ഒരു കുട്ടി തന്റെ മാതാപിതാക്കളോടും മുതിർന്നവരോടും ശിക്ഷയോ വെറുപ്പോ ഭയന്ന് അനുസരണ പ്രകടിപ്പിക്കുന്നു. ഈ ഘട്ടം പ്രതിനിധാനം ചെയ്യുന്നത്, ഇത് നമ്മൾ നല്ലപോലെ പഠിച്ചിട്ടുള്ള ഒരു ഇതായിരുന്നു. ഏതാണ് ഓപ്ഷൻ എ, ദണ്ഡന അനുസരണ ഘട്ടം.
പണിഷ്മെന്റ്, ഒബീഡിയന്റ് ഓറിയന്റേഷൻ. പ്രായോഗിക ആപേക്ഷികത്വം ഘട്ടം 2. 3 അന്തർവൈയക്തിക സമന്വയം ഘട്ടം 3. സാമൂഹ്യ സുസ്ഥിതി പാലനം ഘട്ടം 4. ഇതിനകത്ത് ഏതാണ് മുതിർന്നവരോടുള്ള ശിക്ഷയോ വെറുപ്പോ ഭയന്ന് അനുസരണ പ്രകടിപ്പിക്കുന്ന ഘട്ടം? ഇവിടെ ക്വസ്റ്റ്യന് തന്നെ ദണ്ഡന അനുസരണ ഘട്ടം എടുത്ത് തന്നെ കാണിച്ചിട്ടുണ്ട്. എന്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ആണ് ദണ്ഡന അനുസരണ ഘട്ടം, പണിഷ്മെന്റ് ആൻഡ് ഒബീഡിയന്റ് ഓറിയന്റേഷൻ എന്ന് പറയുന്നത് കേട്ടോ. നമ്മൾ നോക്കി പഠിച്ചതായിരുന്നു. നെക്സ്റ്റ് ഇതാണ് ആ ഒരു ഇതെന്ന് പറയുന്നത്. പ്രീ കൺവെൻഷണൽ മൊറാലിറ്റി സ്റ്റേജിനകത്ത് ആദ്യം തന്നെ വരുന്നതാണ് ശിക്ഷ അനുസരണ എന്ന് പറയുന്നത്, പണിഷ്മെന്റ് ആൻഡ് ഒബീഡിയൻസ് ഓറിയന്റേഷൻ എന്ന് പറയുന്നത് കേട്ടോ. നമ്മുടെ മോറൽ ഡെവലപ്മെന്റ്സിനകത്ത്, കോൾബർഗിന്റെ മോറൽ ഡെവലപ്മെന്റ്സിനകത്ത് ആദ്യം തന്നെ വരുന്ന സ്റ്റേജാണ് ഇതെന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കാം, ലാസ്റ്റ് ക്വസ്റ്റ്യൻ, 30ാമത്തെ ക്വസ്റ്റ്യൻ. ഫങ്ഷണൽ ഓട്ടോണമിയുമായി ബന്ധപ്പെട്ട സിദ്ധാന്തം. ഫങ്ഷണൽ ഓട്ടോണമി എന്ന് പറയുമ്പം നമുക്ക് ഫങ്ഷണൽ ഓട്ടോണമി എന്ന് വെച്ചാൽ എന്താണ്? ഫങ്ഷണൽ ഓട്ടോണമി എന്ന് പറയുമ്പോൾ തന്നെ ആൽപോർട്ടിന്റെ ഒരു തിയറിയാണ്, കോൺസെപ്റ്റ് ആണ് ഫങ്ഷണൽ ഓട്ടോണമി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ആൻസറിൽ എത്താൻ പറ്റും. അതാണ് RB ആൽപോർട്ട്. എവിടെ? ആൽപോർട്ടിന്റെ ആണ് എന്തെന്ന് പറയുന്നത് സവിശേഷക സമീപനം എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെയാണ് GW ആൽപോർട്ടിന്റെ. അദ്ദേഹത്തിന്റെയാണ് ഫങ്ഷണൽ ഓട്ടോണമി എന്ന് പറയുന്ന കോൺസെപ്റ്റ്. അപ്പൊ ഇത് അത്രയാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ്. അത്യാവശ്യം ടഫുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. കുറെയൊക്കെ ആ സമയത്ത് ഇത്തിരി ടഫാണ് അത് കണ്ടുപിടിക്കാനും. നമ്മൾ ഒത്തിരി സമയം കളയുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും ക്ലിയർ ആയോ? ഹലോ ഹലോ ഓക്കെ, നമുക്ക് ഫങ്ഷണൽ ഓട്ടോണമി എന്താന്ന് നോക്കാം. ഫങ്ഷണൽ ഓട്ടോണമി is a psychological concept that describes how adult motives are self-sustaining and independent of their origins. It was developed by psychologist ആൽപോർട്ട്. അപ്പൊ ഇതാണ്, ഇത്രയും ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമുക്ക് ജനുവരി 19 കാറ്റഗറി 4 എക്സാമിന് ചോദിച്ചിരുന്നത്. അത്യാവശ്യം നല്ല ടഫുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. എന്നാലും നിങ്ങൾക്ക് അത്യാവശ്യം കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. നല്ല രീതിക്ക് പ്രാർത്ഥിക്ക് നോക്കൂ. ഇനി പ്രൊവിഷണൽ ആൻസർ കീ അനുസരിച്ചാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്. ഇനി അടുത്ത റെക്ടിഫൈഡ് ആൻസർ കീ ഇപ്പൊ ഉടനെ വരും. അതിനകത്ത് ഇപ്പൊ എന്തായാലും 1-2 ക്വസ്റ്റ്യൻ ചിലപ്പം തിരുത്തി വരുമായിരിക്കും. കാരണം 2-3 ഒക്കെ മാറാൻ ചാൻസ് ഉണ്ട്. എന്നാലും നിങ്ങളിപ്പോ ഒരു മാർക്ക് കൂട്ടി വെച്ചിട്ടുണ്ടായിരിക്കുമല്ലോ, അതിനകത്ത് നിങ്ങൾ നോക്കുക. റെക്ടിഫൈഡ് ആൻസർ കീയും കൂടെ വന്നതിന് ശേഷം ഒന്നും കൂടെ നോക്കുക. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ് എന്ന് പറഞ്ഞാല്. എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് മെസ്സേജ് ചെയ്യട്ടോ. ഓക്കെ, ഓക്കെ ശരി എന്നാ.